വലിച്ച മോള് ധൈര്യമായിട്ടിരിക്കെ, എല്ലാം ശരിയാവും. വലിച്ചൻ എന്തിനാ എനിക്ക് വേണ്ടി ഇങ്ങനെ അവരുടെ മുന്നിൽ യാചിക്കാൻ പോകുന്നേ? മോൾക്ക് വേണ്ടിയല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ. ഗായത്രിയോട് ഞാൻ വിളിച്ചു പറഞ്ഞു, മോഹനെ പോയി കണ്ട് ഈ കേസ് പിൻവലിക്കാൻ വേണ്ടി പറയാൻ. എന്തിനാ വലിച്ച അങ്ങനെയൊക്കെ പറയാൻ പോയത്? അമ്മ എവിടെ പോയാ അമ്മ അധിക്ഷേപിക്കുന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ ഒരു വഴി മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ മോളെ. സൂര്യ അഡ്വക്കേറ്റുമായിട്ട് എപ്പോ വരും വലിച്ച? കാര്യമില്ല മോളെ, മുകളിൽ നിന്നും ശക്തമായ ഇടപെടൽ നടന്നിട്ടുണ്ട്. അവർക്ക് വ്യക്തമായ തെളിവും കിട്ടിയിട്ടുണ്ട്. അറിയാവോ, ഇപ്പൊ ഡിജിറ്റൽ തെളിവുകളാ പ്രധാനം. മോൾ അവരെ തല്ലുന്നതും മോഹനെ പിടിച്ചു തള്ളുന്നതും മൊബൈൽ ഫോൺ നശിപ്പിക്കുന്നതും അതിൽ വ്യക്തമാണ്. എന്തായാലും ഗായത്രി ഒന്ന് പോകട്ടെ. ഇനി ആ വഴി ശ്രമിച്ചില്ലെന്ന് വേണ്ടല്ലോ. അവരൊരിക്കലും കേസൊന്നും പിൻവലിക്കാൻ തയ്യാറാവില്ല വലിച്ച. അവർക്ക് അത്രമാത്രം ദേഷ്യപ്പ് എന്നോട് കാണും. മോളെ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു മോളെ. ഗായത്രി പോയിട്ട് നടന്നില്ലെങ്കിൽ ഞാൻ പോവും. അവന്റെ കാല് വീണിട്ടായാലും ശരി, ഞാൻ മോളെ പുറത്തു കൊണ്ടുവരും. എന്റെ ഈ നെഞ്ചിനകത്ത് എന്തോ ഒരു ഭാരം ഇരിക്കുന്ന പോലെ. ഇനി നിന്നെ വീട്ടിലേക്ക് വിടാതെ ഇത് മാറുമെന്ന് തോന്നുന്നില്ല. അവിടെ എല്ലാവരും നല്ല വിഷമത്തിലാ മോളെ. പെട്ടെന്നുള്ള ദേഷ്യത്തിലാ നമ്മളൊക്കെ ഇതുപോലെ ഓരോന്ന് ചെയ്തു പോകുന്നത്. പക്ഷെ അനുഭവിക്കുന്നത് വീട്ടിലിരിക്കുന്നവരും. ഞാൻ മോളെ കുറ്റപ്പെടുത്തിയതല്ല, വിഷമം കൊണ്ട് പറഞ്ഞതാ. അറിയാൻ വലിച്ച, ഞാൻ ചെയ്ത ശരിയാണോ തെറ്റാണോ എന്നൊന്നും അപ്പൊ ചിന്തിച്ചില്ല. വലിച്ചെന്റെ മനസ്സ് മുഴുവൻ ഭാനുവിന്റെ മുഖമായിരുന്നു. അവന്റെ ഭാഗത്തുനിന്ന് എന്തോ മാനസിക പീഡനം കിട്ടിയതുകൊണ്ടാണല്ലോ ഭാനു അങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്. സോറി വല്ലിച്ച. ഞാൻ കാരണം വല്ലിച്ചനും കൂടി ബുദ്ധിമുട്ടുന്ന കാണുമ്പോ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. മോളിപ്പോ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. വല്ലിച്ചന് ഒരു ബുദ്ധിമുട്ടുമില്ല. വലിച്ച, അമ്മ എങ്ങനെ ഒറ്റയ്ക്ക് അവിടെ പോയിട്ട് വല്ല പ്രശ്നമാവൂ? ഒറ്റയ്ക്കല്ല, മായം കൂട്ടി പോയി കാണും. ഞാനെന്തായാലും മറ്റെന്തെങ്കിലും വഴി കൂടി നോക്കാം. എങ്ങനെയെങ്കിലും മോളെ പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കട്ടെ. മോള് ധൈര്യമായിട്ടിരിക്കും. മോളെ, പോയിട്ട് വരാം. അമ്മേ, അമ്മ എന്താ പറയാൻ പോന്നെ? മോഹനാണ് കേസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവൻ വിചാരിച്ചാലേ കേസ് പിൻവലിക്കാൻ പറ്റുന്നില്ല ഏട്ടൻ പറഞ്ഞത്. അതങ്ങനെ തന്നെ പറയാം. അമ്മ എന്തായാലും വാ, നമുക്ക് സംസാരിച്ച് നോക്കാം. വാ വാ അമ്മേ. മോഹന, രാജലക്ഷ്മി, എങ്ങോട്ടാ തള്ളിക്കയറി വരുന്നത്? നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് അകത്തോട്ട് കയറി വന്നത്? എന്തിനാ നിങ്ങൾ വന്നത്? ഇനി എന്നെ കൂടെ തല്ലാനാണോ? അല്ല,
ഞങ്ങളിവിടെ വന്ന് വഴക്കുണ്ടാക്കാനല്ല. എനിക്ക് മോഹനെ ഒന്ന് കാണണം. നിങ്ങൾ എന്താ പരിഹസിക്കാണോ? മോഹനന്റെയും ഞങ്ങളുടെ മോനെയും ഭാവന എന്തൊക്കെ ചെയ്തു അറിയാവോ? നിങ്ങൾ മക്കളെ വളർത്തിയ തെരുവ് ഗുണ്ടകളായിട്ടാണോ? മോഹനെയും എന്റെ മോനെയും തല്ലിച്ചതച്ച് ഹോസ്പിറ്റലാക്കിയതും പോരാ, വീണ്ടും വന്നേക്കുന്നോ? ആന്റി, എന്തിനും നമുക്ക് പരിഹാരം ഉണ്ടല്ലോ. ഭാവനയ്ക്ക് ജാമ്യം കിട്ടാനുള്ള എല്ലാ വഴികളും നോക്കി, നടന്നില്ല. ഇവിടുത്തെ അങ്കിള് വിചാരിച്ചാലേ ഭാവനെ പുറത്തു വിടത്തുള്ളൂ. അതെ രാജലക്ഷ്മി, എന്റെ മോള് ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഏത് വകയില്? ഇനി ഒരിക്കലും നിന്റെ മുഖം കാണരുതെന്ന് ആഗ്രഹിച്ചവളാ ഞാൻ. പക്ഷേ വിധി നിന്നെ എന്റെ മുന്നിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു. അന്നേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ, ഒരു ദിവസം എന്റെ മുന്നിലേക്ക് നീ വരുമെന്ന്. പഴയ കാര്യങ്ങൾ പറയാനോ വഴക്കുണ്ടാക്കാനോ അല്ല ഞാൻ വന്നത്. എനിക്ക് എന്റെ മോളെ രക്ഷിക്കണം. ഒരു ഗർഭിണിയാന്നുള്ള കാര്യം പോലും മറന്ന അവളോട് വന്ന് വഴക്കുണ്ടാക്കിയത്. അവളൊരു അഹങ്കാരിയാണെന്ന് മനസ്സിലായി. നിന്റെ അല്ലേ മോള്? ഇളയമ്മയ്ക്ക് എന്നോടുള്ള വിരോധം എന്റെ കുഞ്ഞിനോട് തോന്നരുത്. സ്വന്തം സഹോദരങ്ങൾക്കൊരു ആവശ്യം വന്നാൽ പിന്നെ അവക്ക് കണ്ണു കാണില്ല. അതാ ഇപ്പൊ ഇവിടെ സംഭവിച്ചത്. അതിന് വീട്ടിൽ കയറി തല്ലണോ? ഭവന ഭേദത്തിന് കേസ് കൊടുത്തിരിക്കുന്നത്. പോലീസുകാരെ അത് ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്തു. എടി ഗായത്രി, നീ എന്ത് കരുതി? ഞാൻ തന്നെയാ എന്റെ മോനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചത്. എന്റെ കൊച്ചുമോൻ നിന്റെ മോളെ സ്നേഹിച്ചതിന്റെ പേരിലല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്താ അവനു വേണ്ടി സ്ത്രീധനം ചോദിച്ചത് തെറ്റായിപ്പോയോ? അന്ന് ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന നന്നായിപ്പോയി. ഇല്ലെങ്കിലേ ഈ ആലോചന തന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചേനെ. അവര് തമ്മിൽ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടല്ലേ നമ്മൾ ഈ ആലോചനയായിട്ട് മുന്നോട്ട് വന്നത്. അതെ, പരസ്പരം ഇഷ്ടപ്പെട്ടത് തെറ്റായി കാണാൻ പറ്റില്ലല്ലോ. രാജലക്ഷ്മി, ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കാനല്ല ഞാൻ വന്നത്. ദയവേ ഇത് എന്റെ മോളെ രക്ഷിക്കണം. അത് മോഹൻ വിചാരിച്ചാലേ നടക്കൂ. അങ്ങനെ ഇപ്പൊ ഞാൻ വിചാരിച്ചിട്ട് ഭാവന പുറത്തു വരണ്ട.